മലപ്പുറത്ത് സഹോദരിക്കെതിരെ ഡിവൈഎഫ്ഐ നേതാവിന്റെ ലൈംഗിക അതിക്രമം. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 21 വയസ്സുകാരിയാണ് സഹോദരനിൽ നിന്ന് രക്ഷ തേടുന്നത്. പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും അറസ്റ്റ് വൈകിപ്പിച്ച് ഡിവൈഎഫ്ഐ നേതാവിനെ സംരക്ഷിക്കുകയാണ് പാണ്ടിക്കാട് പോലീസ്. 5ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മുതലാണ് ബ്രദറിന്റെ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടാവാൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം +1, 8, 9, 10 ആ ടൈമിൽ കൂടുതലായി. പിന്നെ +1 ടൈമിൽ മലപ്പുറം പാണ്ടിക്കാട്ടെ ഡിവൈഎഫ്ഐ നേതാവാണ് പെൺകുട്ടി ആരോപണം ഉന്നയിക്കുന്ന സഹോദരൻ. ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും യുവനേതാവ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. രാഷ്ട്രീയ പ്രവർത്തകനാണ്, കമ്മ്യൂണിസം. എങ്കിലും പുറത്തു പറഞ്ഞാൽ കുന്നുകളയെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. സഹോദരന്റെ ലൈംഗികാതിക്രമത്തിൽ മാനസികമായി തളർന്ന പെൺകുട്ടി 19ാം വയസ്സിൽ വിവാഹിതയായെങ്കിലും ബന്ധം വേർപെടുത്തി. ഇത് എന്തിനുമുള്ള ലൈസൻസായി കണ്ടായിരുന്നു പിന്നീട് സഹോദരന്റെ അതിക്രമം. പിന്നെ മാരേജിന് ശേഷം, ഡിവോഴ്സിന് ശേഷം ഞാനും ഭയങ്കര ഫ്രീഡം കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരനെതിരെ പരാതി നൽകിയെങ്കിലും ഡിവൈഎഫ്ഐ നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. പക്ഷെ ഇതുവരെയായിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടായിട്ടില്ല. അവനെ പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. അവനിപ്പോൾ മുൻകൂർ ജാമ്യമൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോയിട്ട് എനിക്ക് മാനസിക രോഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ കോർട്ടിൽ ഇതൊരു ഡോക്ടറൊക്കെ പേരൊക്കെ പെൺകുട്ടിക്ക് പഠനം പൂർത്തിയാക്കണം, ജോലി നേടണം, ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. രക്തബന്ധം മറന്ന് യുവനേതാവ് ചമയുന്ന സഹോദരനെ നിയമത്തിന് മുന്നിൽ എത്തിച്ചേ മതിയാകൂ. മുരുകേഷ് മണിവിളയ്ക്കൊപ്പം PM പ്രേംജിത്ത്, ജയ്ഹിന്ദ് ന്യൂസ്, മലപ്പുറം.